So dear students, in this video we are going to discuss about common logarithm and natural logarithm and parts of the logarithm number and നമ്മൾ കോമൺ ലോഗരിതം നാച്ചുറൽ ലോഗരിതം ഇങ്ങനെ രണ്ട് ടൈപ്പ് ലോഗരിതം ആണുള്ളത്. കോമൺ ലോഗരിതം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഏതൊരു നമ്പറിൻ്റെയും ബേസ് 10 ആയിട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റുന്ന ലോഗരിതത്തിനെയാണ് നമ്മൾ കോമൺ ലോഗരിതം അല്ലെങ്കിൽ ബ്രിഗേഷ്യൻ ലോഗരിതം, ദാറ്റ് ഈസ് BRIGGASIAN ബ്രിഗേഷ്യൻ ലോഗരിതം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ് നാച്ചുറൽ ലോഗരിതം. നാച്ചുറൽ ലോഗരിതം അല്ലെങ്കിൽ നെപ്പേറിയൻ ലോഗരിതം, NAPERIAN നെപ്പേറിയൻ ലോഗരിതം. ജോൺ നെപ്പിയർ, JOHN ജോൺ നാപ്പിയർ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണിത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കോമൺ ലോഗരിതം എന്ന് പറഞ്ഞാൽ ബേസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ആൻഡ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലോഗരിതം ഓഫ് 100 ടു ദ ബേസ് 10. ഓക്കെ, ലോഗരിതം ഓഫ് 100 ടു ദ ബേസ് 10. അപ്പോൾ ഇവിടെ ബേസ് എത്രയാണ്? 10 ആണ്. ആൻഡ് നമ്മൾ ഈ 10 എന്നുള്ള ബേസ് വരുന്ന പിന്നെ ലോഗരിതത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ലോഗരിതം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താണ് 10 എന്ന് പറയുന്നത് ബേസ് ആയിട്ട് എഴുതില്ല. നമ്മൾ എങ്ങനെ മാത്രമേ എഴുതുള്ളൂ? ജസ്റ്റ് വി റൈറ്റ് ദ ടേം ലോഗ് 100 എന്ന് മാത്രമേ എഴുതുള്ളൂ. ലോഗരിതം ഓഫ് 100 ടു ദ ബേസ് 10 ആണെങ്കിൽ കൂടി ബേസ് 10 അവിടെ നമ്മൾ എഴുതില്ല. ബേസ് 10 അവിടെ റിലീറ്റ് ആക്കിയിട്ട് നമ്മൾ ലോഗരിതം ഓഫ് 100 എന്ന് മാത്രമേ നമ്മൾ എപ്പോഴും എഴുതുള്ളൂ. ആൻഡ് നമ്മൾ നാച്ചുറൽ ലോഗരിതം എന്ന് പറഞ്ഞാൽ ബേസിന്റെ വാല്യൂ എത്രയാണ്? ഈ എന്ന് പറഞ്ഞാൽ ഈന്റെ വാല്യൂ എത്രയാണ്? 2.712828. അതായത് അവിടെ ബേസ് എത്രയാണ്? 2.71828. അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2.71228. ആൻഡ് ലോഗരിതം ടേബിള് നമുക്കറിയാം, നെഗറ്റീവ് വാല്യൂസിന് ഒരിക്കലും ലോഗരിതം ഉണ്ടാവില്ല. പോസിറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോഗരിതം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ലോഗരിതം നമ്പറിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് ക്യാരക്ടറിസ്റ്റിക്, രണ്ടാമത്തെ ഡെസിമൽ പാർട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്, എന്താണ് ഡെസിമൽ പാർട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ലൈക്ക് ഇപ്പൊ നമ്മള് ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അതിന് 2 റൂൾ ഉണ്ട്. ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പൊ 4 ഡിജിറ്റ് ആണുള്ളത് അല്ലെ. 7689 എന്ന് പറയുമ്പം 4 അക്കമാണുള്ളത്. അപ്പൊ 4 അക്കം ഉണ്ടെങ്കിൽ അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയാണോ ഡിജിറ്റ് ഉള്ളത്, ഇപ്പൊ n ആണ് ഡിജിറ്റിന്റെ എണ്ണമെങ്കിൽ, ഇപ്പൊ 4 അക്കമാണ് ഉള്ളതെങ്കിൽ we have to do the സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് എത്ര അക്കമാണുള്ളത് അതിൽ നിന്നും നമ്മൾ 1 കുറക്കുക. ഇപ്പം 4 അക്കമാണുള്ളതെങ്കിൽ 1 കുറച്ചാൽ നമുക്ക് 3 കിട്ടും. ആൻഡ് ഇവിടെ 3 അക്കമാണുള്ളത്. അതായത് നമ്മൾ നോക്കേണ്ടത് ബിഫോർ ദ ഡെസിമൽ പോയിന്റ്. അതായത് ഇപ്പം 7689 എന്ന് പറഞ്ഞാൽ 7689.00 എന്നാണ്. ഇപ്പൊ ഇവിടെ 37.00 എന്നാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന് മുന്നേ ഉള്ള പാർട്ട്, ഓക്കെ, ഈ പോയിന്റിന് മുന്നേ ഉള്ള പാർട്ട് നോക്കുക. അപ്പൊ എത്ര അക്കമാണുള്ളത് അതിൽ നിന്നും 1 ഓർക്കുക. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? വെൻ ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഒന്നിനേക്കാളും കൂടുതൽ വാല്യൂ ഉള്ള നമ്പർ അല്ലെങ്കിൽ അന്നേരമാണ് നമ്മളിത് ചെയ്യുന്നത്. 1 ഒന്നിനേക്കാളും കൂടുതലും. ഇപ്പോൾ 1 ഡിജിറ്റ് ആണെങ്കിൽ പോയിന്റിന് മുന്നേ 1 ഡിജിറ്റ് ആണെങ്കിൽ 1 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ 1 - 1 0. ഇപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് ആണുള്ളത്. 2 - 1 1. ഇവിടെ 3 ഡിജിറ്റ് ആണുള്ളത്. 3 - 1 2. ആൻഡ് ഇവിടെ 4 ഡിജിറ്റ് ആകുമ്പോൾ 4 - 1 3. ഓക്കെ, ഇവിടെ 5 ഡിജിറ്റ് ആണുള്ളത്. അപ്പൊ എത്രയാണ്? 4. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് എത്ര കിട്ടി? 4. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാല്, രണ്ടാമത്തെ റൂള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നമ്പർ ഇപ്പം 1-നേക്കാളും കുറവാണ്, ദാറ്റ് ഈസ് 0.7 അല്ലെങ്കിൽ 0.03 0.004 അങ്ങനെ നമ്മൾ 1-നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം?
1നെക്കാളും കുറവാണെങ്കിൽ നോക്കേണ്ടത് പോയിന്റ് കഴിഞ്ഞ് എത്ര സീറോ ആണ് ഉള്ളത്. പോയിന്റ് കഴിഞ്ഞ് എത്ര സീറോ ആണുള്ളത്. അപ്പൊ ഇവിടെ എത്രയാണ്? ഒന്നുമില്ല. അപ്പൊ എത്ര സീറോ ആണ് ഉള്ളത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സീറോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ 0 ആണ്. n+1 നമ്മൾ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പം പോയിന്റിന് ശേഷം എത്ര സീറോ ആണ് ഉള്ളത്? പോയിന്റിന് ശേഷം ഒരു സീറോ ഇല്ല. അപ്പൊ 0+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എന്നിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ഒരു ബാർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പേജ് നമ്പർ ഗൈഡ് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 31ാമത്തെ പേജിൽ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് 0.0345 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിന്റിന് ശേഷം നോക്കുക. എന്നിട്ട് എത്ര സീറോ ആണുള്ളത്? ഒരു സീറോ ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സീറോ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 1+1 2. അപ്പോൾ 2 ബാർ. ഇനി ഇവിടെയാണെങ്കിലോ 2 സീറോ ഉണ്ട്. അപ്പോൾ 2+1 3. 3ന്റെ മേലെ ഒരു ബാർ, 3 ബാർ. ഇനി മൂന്നാമത്തേൽ എന്താണ്? അടുത്തയിൽ എത്രയാണ്? 0.000907. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സീറോ ആണുള്ളത്. നമ്പർ ഓഫ് സീറോ 3 ആണ്. 3+1 4. ഓക്കെ, അങ്ങനെ 4 ബാർ. ഇനിയിപ്പം 5 സീറോ ആണുള്ളത്. പോയിന്റ് കഴിഞ്ഞ് 5 സീറോ ആണുള്ളതെങ്കിൽ അല്ലെങ്കിൽ 4 സീറോ ആണുള്ളതെങ്കിൽ എന്ത് വരും? 4 സീറോ ആണെങ്കിൽ 4+1 5, അങ്ങനെ 5 ബാർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കണ്ടെത്തുന്നത്. ലോഗരിതത്തിൽ ക്യാരക്ടറിസ്റ്റിക് കണ്ടെത്തുന്നത്. ഇപ്പം 1നെക്കാളും കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്പർ നിങ്ങൾ 1നെക്കാളും കൂടുതലാണെങ്കിൽ എത്രയാണോ പോയിന്റിന് മുന്നേ എത്ര അക്കമാണോ ഉള്ളത് അതിൽ നിന്നും 1 കുറക്കുക. അതാണ് നിങ്ങളെ ക്യാരക്ടറിസ്റ്റിക്. ഇനിയിപ്പം 1നെക്കാളും കുറവ് 0.00 അല്ലെങ്കിൽ 0.7 അല്ലെങ്കിൽ 0.0007 അല്ല അങ്ങനെയുള്ള വാല്യൂസ് ആണ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ഓഫ് സീറോ നോക്കുക. എവിടെയാണ് നോക്കേണ്ടത്? പോയിന്റിന് ശേഷം എത്ര സീറോ ഉണ്ട് അതിനോട് 1 കൂട്ടുക. എന്നിട്ട് ബാർ ഇട്ട് കൊടുക്കുക. ഓക്കെ, മേലെ ഒരു ഹൈഫൺ, ആ വലിയൊരു ചിഹ്നം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പേജ് നമ്പർ 31 കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തത് മാൻഡിസ അല്ലെങ്കിൽ ലോഗരിതം ടേബിളിൽ നമ്മൾ ലോഗരിതം ടേബിൾ വെച്ചിട്ട് നമുക്ക് വാല്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മാൻഡിസ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം. അതായത് ക്യാരക്ടറിസ്റ്റിക് നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലായി. ഇനി മാൻഡിസ നമുക്ക് കണ്ടെത്തുന്നത് നമ്മൾ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.